ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയെങ്കിലും എത്രയും വേഗം സക്സസ്ഫുൾ ആകാൻ എന്തെങ്കിലും ഒരു എളുപ്പ വഴി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. പലപ്പോഴും നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ പല ആൾക്കാർക്കും പറ്റിപ്പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസം അതിലെ കാര്യങ്ങൾ ചെയ്യും, പിന്നീട് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റാറില്ല. പീപ്പിൾ വോണ്ട് ടു ചേഞ്ച് ദർ ലൈഫ്, ബട്ട് ദേ ആർ ഫോക്കസിങ് ഓൺ മോട്ടിവേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ ദ റിയൽ കീ, ദാറ്റ് ഈസ് ഡെയിലി ഹാബിറ്റ്സ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 10 ഹാബിറ്റ്സ് ദാറ്റ് മേക്ക് യുവർ ലൈഫ് സക്സസ്ഫുൾ. ഈ വീഡിയോയിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ടൈം സ്റ്റാമ്പ്സ് ആയിട്ട് ഇവിടെ കൊടുക്കാം. മാക്സിമം വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതല്ല നിങ്ങൾക്ക് വേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൽ ടൈം സ്റ്റാമ്പ്സ് നോക്കി നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് കാണാവുന്നതുമാണ്. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ഇൻറ്റൻഷൻ. നമുക്ക് പല ആൾക്കാർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോൺ എടുത്ത് നോക്കുക, അതിൽ കുറേ റീൽസ് കാണുക, ഷോർട്സ് കാണുക, അല്ലെങ്കിൽ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജസ് നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അറിയാതെ തന്നെ ഒരു റിയാക്ഷൻ മോഡിലേക്കാണ് എത്തുന്നത്. ആക്ച്വലി നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, കമ്പാരിസൺസ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ നമ്മുടെ രാവിലത്തെ മൂഡിനെ തന്നെ കളയാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. സോ അതിന് പകരം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, കിടക്കുന്ന ബെഡൊന്ന് വിരിച്ചിടുന്നു, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിടുന്നു, കർട്ടൻസൊക്കെ മാറ്റുന്നു, ജനാലകൾ തുറക്കുന്നു, അതല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു, ചെടികളുണ്ടെങ്കിൽ അതിലേക്ക് നോക്കുന്നു, അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു നല്ല മോർണിംഗ് റുട്ടീൻസിലേക്ക് എന്തെങ്കിലും എൻഗേജ്ഡ് ആവുക, ഒന്ന് ബോഡി സ്ട്രെച്ച് ഔട്ട് ചെയ്യുന്നു, നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്നത്, എന്താണ് ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ളതെന്നതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതുമൊക്കെ നമ്മുടെ ഒരു ദിവസത്തിലെ ഒരു ഇൻറ്റൻഷനോടെ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ബ്രെയിനിന് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ടും അതിന് കുറച്ച് വഴികൾ കിട്ടുവാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് മുന്നോട്ടെന്നുള്ളത്. നമ്മൾ അന്നത്തെ ദിവസം കുറേയും കൂടെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുമൊക്കെ ഇങ്ങനെ എണീക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സെറ്റ് ക്ലിയർ ആൻഡ് അച്ചീവബിൾ ഗോൾസ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനെ വേഗമായിട്ട് പറയാം, എനിക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകണം. എങ്ങനെ സക്സസ്ഫുൾ ആകണം എന്നുള്ളത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നില്ല. നമുക്കൊരു ഗോൾ ഉണ്ടാവാം, ചിലപ്പം ഈ ഒരു എക്സാമിന് അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ എനിക്ക് ക്രാക്ക് ചെയ്യണം, ഒരു ജോബ് കിട്ടണം, പുതിയൊരു ജോബ് കിട്ടണം എന്നുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയുകയാണ്, എനിക്കൊരു ജോബ് കിട്ടണം. ഇവിടെ വേഗമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങളെ എടുത്ത് പറയുന്നില്ല. അപ്പോൾ അതിനെ പെർട്ടിക്കുലറായിട്ട് എടുത്തു പറയാനായിട്ട് ശ്രമിക്കണം. ഒരു ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആ ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. സോ നമുക്ക് ആ ഒരു ഗോളിനെ റിയലിസ്റ്റിക് ആയിട്ടും ക്ലിയർ ആയിട്ടും സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഇന്നത്തെ ദിവസം ഇത്ര സമയം ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയും ജോബിന് ഞാൻ അപ്ലൈ ചെയ്യും, ഇങ്ങനെ പുതിയ കാര്യങ്ങളെ പഠിക്കുമെന്നും ഇങ്ങനെ ആ ഗോളിനെ നമ്മൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് ആ ഗോളിലേക്ക് എത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ ബ്രെയിനിന് അവിടെ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുവാണ്. വേഗമായിട്ട് നമ്മൾ പറയുമ്പോൾ അവിടെ എന്താണ് അടുത്തത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് അവിടെ കിട്ടുന്നില്ല. പ്രാക്ടീസ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സൈക്കോളജിയിൽ പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതെന്താണെന്ന് സിംപ്ലി പറയുവാണെങ്കിൽ, ഇപ്പം നമുക്കൊരു റിവാർഡ് കിട്ടുന്നു, ആ റിവാർഡിനെ നമ്മൾ അപ്പം തന്നെ എടുത്ത് വാങ്ങി സംതൃപ്തി അടയാതെ കുറച്ചും കൂടെ വൈകിപ്പിച്ചിട്ട് ആ റിവാർഡിനെ നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആകുകയാണെങ്കിൽ ഒന്നും കൂടെ അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഒരു ഡയറ്റിലാണെന്ന് വിചാരിക്കാം, നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഗോൾ എന്താണ്, ഒരു ലോങ് ടേം ഗോളാണ്. അപ്പോൾ ഈ ലോങ് ടേം ഗോളിൽ നിങ്ങളിങ്ങനെ ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങളുടെ മുമ്പിലേക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് കേക്കോ അല്ലെങ്കിൽ ഐസ്ക്രീംസോ എന്തൊക്കെയോ വന്നു. സോ ഇവിടെ എന്താണ്, നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അതിന് പെട്ടെന്ന് ഒരു ഫീൽ ഗുഡിന് വേണ്ടി, അതിന് പെട്ടെന്ന് തന്നെ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ റിവാർഡായിട്ടുള്ള ഈ ഐസ്ക്രീമോ ചോക്ലേറ്റ്സോ ഒക്കെ കഴിക്കാനായിട്ട് നമ്മുടെ ബ്രെയിൻ പറയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യിക്കുകയാണ്, നമ്മൾ ഇപ്പോൾ ഉള്ള ഈ ഒരു കുഞ്ഞ് റിവാർഡ് എടുക്കുന്നതിന് പകരം നമ്മുടെ ലോങ് ടേം ഗോളായിട്ടുള്ള ആ ഫിറ്റ്നസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ആ വെയിറ്റ് ലോസ് എന്നുള്ള രീതിയിലോ ആ ഹെൽത്തി ഈറ്റിംഗ് എന്നുള്ള സാധനം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഓവർ ടൈം നമുക്ക് കിട്ടാൻ പോകുന്നൊരു വലിയ ഗോളിനെ നമ്മൾ ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വലിയ റിവാർഡിനെ ആലോചിച്ചുകൊണ്ട് ഈ ഇപ്പം മുമ്പിൽ വന്നേക്കുന്ന ആ കുഞ്ഞു കാര്യത്തിനെ നമ്മൾ ഡിലേ ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ആ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടാന്ന് വെച്ചിട്ട് നമുക്ക് വേണ്ട ആ ഒരു വലിയ റിവാർഡിലേക്ക് പോകാൻ വേണ്ടി ഈ കാര്യത്തെ നമ്മൾ ഡിലേ ചെയ്യിപ്പിക്കുന്ന ടെക്നിക്കിനെയാണ്
ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്കിപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെയോ ഐസ്ക്രീമിൻ്റെയോ ഹെൽത്തി ഈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആകാൻ ശ്രമിക്കുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റിവാർഡുകൾ കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പലതും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന ടെക്നിക്ക് മനസ്സിലാക്കുകയും ആ ഒരു ഹാബിറ്റ് നമ്മൾ ബിൽഡ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വേഗം നമ്മുടെ ഗോൾസിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഡെവലപ്പ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമുക്ക് ഗ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഒരു മൈൻഡ് സെറ്റും നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എനിക്കിതൊന്നും പറ്റില്ല, ഒരു പുതിയ കാര്യം ലേൺ ചെയ്യാൻ നേരം എന്നെക്കൊണ്ട് ഇതൊന്നും ആവില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്കിപ്പോൾ ഇതാവില്ല, പക്ഷെ ഞാനത് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുക. സോ അത് സ്ലോലി നമ്മുടെ ബ്രെയിനും വിശ്വസിക്കാൻ തുടങ്ങും. സൈക്കോളജി സ്റ്റഡീസ് പലതും പറയുന്നത് അവരവരിൽ വിശ്വസിക്കുന്നവരും അതുപോലെ കാര്യങ്ങളെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരിൽ വളരെ പതുക്കെയാണെങ്കിലും ആ കാര്യങ്ങളിലേക്കൊക്കെ അവർക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗ്രോ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക, പുതിയ പുതിയ കാര്യങ്ങളെ ലേൺ ചെയ്യാനും അതിൽ നിന്ന് മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും ഒക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴും നമ്മളെ സക്സസ്സിലേക്ക് എത്തിക്കും. ഫോക്കസ് ഓൺ ഡീപ്പ് വർക്ക്സ്, നോട്ട് ബിസി വർക്ക്സ്. അതായത് നമുക്ക് പലർക്കും ഉള്ളൊരു ദോഷ സ്വഭാവമാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആകുന്നതോ. ഇപ്പോൾ ഫോണില്ലാത്ത സമയങ്ങളിൽ നമ്മൾ നേരത്തെയൊക്കെ പഠിക്കുന്ന സമയത്ത് ഫോൺ ഇത്ര ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് മറ്റെന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടെ കൂടിയത് ഫോണാണ് അവിടെ വില്ലനെന്നേ ഉള്ളൂ. അപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആകാതെ നമ്മളൊരു കാര്യത്തിൽ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ഉണ്ടാവുന്നത്. നമുക്കൊരു കാര്യത്തെ കൃത്യമായിട്ട് ചെയ്യാനും അതിൽ കുറേയും കൂടെ നല്ലതുപോലെ അവിടെ ഒരു പെർഫോമൻസ് ഉണ്ടാവുന്നതൊക്കെ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ കാര്യങ്ങളെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ ഫോൺ മാറ്റി വയ്ക്കുകയോ മറ്റ് ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കി ആ കാര്യം തന്നെ കൃത്യമായി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിൽഡ് ആൻഡ് നെർച്ചർ ഗുഡ് റിലേഷൻഷിപ്സ്. അതായത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയുള്ളതാണെന്നുള്ളത് പലപ്പോഴും നമ്മളുടെ പല കാര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഒരു ഗുഡ് സെറ്റ് ഓഫ് ആൾക്കാരുള്ളത്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുള്ളത്, നിങ്ങളെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, അവരുമായിട്ടുള്ള കണക്ഷൻസ്, അതൊക്കെ ഒരു നല്ല രീതിയിൽ കീപ്പ് ചെയ്യാനായിട്ട്, കൃത്യമായ ബൗണ്ടറിയിൽ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കൈൻഡ് ഓഫ് ആൾക്കാരെ നമ്മളൊരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നിർത്താനായിട്ട് ശ്രമിക്കുക. അവരായിട്ട് ചില ആൾക്കാരുണ്ട്, എന്ത് പറഞ്ഞാലും അതിൽ കുറ്റവും കുറവുകളും കണ്ടുപിടിക്കുന്ന ചില ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം അതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളൊരു ബൗണ്ടറിക്ക് അപ്പുറം നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നല്ല നല്ല റിലേഷൻഷിപ്സ് പലപ്പോഴും നമ്മളെ സക്സസ്സിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബി കൺസിസ്റ്റൻറ്റ്, നോട്ട് പെർഫെക്റ്റ്. അതായത് പലപ്പോഴും ആൾക്കാർക്ക് പറ്റുന്ന ഒരു കാര്യമാണ്, അവരെല്ലാ കാര്യങ്ങളും ഒരു റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എല്ലാ കാര്യങ്ങളും എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ബെറ്ററാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് ഡെയിലി ഇപ്പം നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോകണം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ ഭയങ്കര മടി തോന്നുന്ന ദിവസം ഉണ്ടാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പോയിട്ട് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാനൊരു 10 മിനിറ്റെങ്കിലും പോയിട്ട് അവിടെ ട്രെഡ്മില്ലിൽ ഞാൻ കയറി വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ 10 മിനിറ്റ് തന്നെ എന്തെങ്കിലും ഞാൻ എക്സസൈസ് വീട്ടിൽ ചെയ്യുകയാണ്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരേപോലെ ചെയ്യണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പറ്റുന്നത് പോലെ ഇംപെർഫെക്റ്റ് ആയിട്ടാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്കിപ്പോൾ ഉള്ള എന്ത് ഗോളാണെങ്കിലും ആ ഗോളിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതാണ്. റിഫ്ലക്റ്റ് ആൻഡ് സെൽഫ് അസസ്. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ തന്നെ ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീക്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടാവാം, കുറേ കാര്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ടാവാം. നമ്മളൊരു പോസ് എടുത്തിട്ട് തിരിഞ്ഞൊന്ന് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ വീക്ക് ചെയ്തത്. ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു, കുറേ കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ അതിനെ ഒന്ന് റിവ്യൂ ചെയ്യുക. എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്, എന്തുകൊണ്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റി, എന്തുകൊണ്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയില്ല. ആ ഫെയില്യൂറുകളെല്ലാം മനസ്സിലാക്കുകയും അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു റിഫ്ലക്ഷൻസും റിവ്യൂയിങ്ങും ഒക്കെ നിങ്ങളിൽ നടക്കുമ്പോഴാണ് അസസ്മെൻറ്റ്സും അതിനനുസരിച്ച് കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ദിവസം നമ്മൾ ഗ്രോ ചെയ്യും. അതിലൂടെ നമുക്ക് സക്സസ്സിലേക്ക് എത്താനും സാധിക്കും. പ്രയോറിറ്റൈസ് യുവർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. നമ്മൾ ജോലി തിരക്കുകളിലും മറ്റ് തിരക്കുകളിലായിട്ട് എന്നും ഒരു ഓട്ടത്തിലാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനൊക്കെ മുകളിലാണ് നമ്മുടെ ഫിസിക്കലും അതുപോലെ മെൻ്റൽ ഹെൽത്തും എന്ന് പറയുന്നത്. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ലഞ്ച് നമ്മൾ സ്കിപ്പ് ചെയ്യും, നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യും, നമ്മൾ കൃത്യമായി വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവില്ല, നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സെൽഫിന് വേണ്ടി സെൽഫ് കെയർ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ പണിയെടുക്കുന്നു, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും ഒരു ലക്ഷറി അല്ല, ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടൊരു മനുഷ്യൻ്റെ ഒരു ഫൗണ്ടേഷൻ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഇതിനൊന്നും ഒരുപാട് സമയം പലപ്പോഴും വേണ്ടി വരാറില്ല. ഇപ്പം എക്സസൈസ് ചെയ്യാൻ ഇപ്പോൾ 1 മണിക്കൂർ ജിമ്മിൽ പോകാൻ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു 10-20 മിനിറ്റ് നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി നമ്മൾ ജേർണലിംഗ് പോലെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ മെഡിറ്റേഷൻസോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരു ഹാഫ് ആൻ അവറെങ്കിലും നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അത് നമ്മുടെ പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ തന്നെ നമ്മളതിനെ കാണാൻ ശ്രമിക്കുക. അഡോപ്റ്റ് എ മൈൻഡ് സെറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ജനറോസിറ്റി. നമ്മൾ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഓൾറെഡി അച്ചീവ് ചെയ്ത കാര്യങ്ങളെയോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായ ലൈഫിലെ ബ്ലെസ്സിങ്സിനെയോ ഒക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണാറില്ല. അടുത്തടുത്ത കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെപ്രാളപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ ചുറ്റും നമുക്കുള്ള ബ്ലെസ്സിങ്സിനെ നമ്മൾ വിട്ടു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, അതിൻ്റെ റിലവൻസിനെ കുറിച്ച്. നമ്മുടെ ലൈഫിൽ ഉള്ള കാര്യങ്ങളെ, നമ്മുടെ ലൈഫിലുള്ള ബ്ലെസ്സിങ്സിനെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ നമ്മുടെ മൈൻഡ് അറിയാതെ തന്നെ പോസിറ്റീവ് ആകുന്നുണ്ട്. നമ്മൾ കുറേയും കൂടെ എന്താ പറയുക, ഒരു കണ്ടൻമെൻറ്റ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടുത്തടുത്ത കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുമ്പോൾ ആ ജേർണിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അതിനെ ഫ്യൂവൽ ചെയ്യുന്നത് പലപ്പോഴും നമ്മളിൽ ഉള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ജനറോസിറ്റി ഉണ്ടാകുമ്പോൾ, അതായത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ അതും സംവെയർ നമ്മളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ഹെൽപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മളുടെ ബൗണ്ടറിയിൽ നിന്ന് കൊണ്ടുള്ള തന്നെ ഹെൽപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് കുറേ പൈസ ഒരാൾക്ക് കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളെ കൊണ്ടാകുന്ന എന്താണ്, ചിലപ്പോൾ ഒരുപക്ഷെ അയാൾക്ക് കൊടുക്കുന്ന ഒരു സമയമാകാം, 2 നല്ല വാക്കുകളാകാം. അപ്പോൾ എന്താണോ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അത് മറ്റൊരാളുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും സംവെയർ നമ്മളെ സക്സസ്ഫുൾ ആക്കുന്നുണ്ട്. സംവെയർ നമ്മുടെ ലൈഫിൽ അതൊരു പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നല്ല നല്ല കാര്യങ്ങൾ എപ്പോഴും കുറച്ച് സമയമെടുത്ത് മാത്രമാണ് സംഭവിക്കുക. അപ്പോൾ സക്സസ് എന്ന് പറയുന്ന കാര്യം ഒറ്റ ദിവസത്തിൽ ബിൽഡാവുന്നൊരു കാര്യമല്ല. ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഈ 10 മൈൻഡ് സെറ്റുകളും ഒറ്റ ഒരു ദിവസത്തിൽ മേ ബി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ വളരെ സ്മോൾ ആയിട്ടുള്ള ചെറിയ ആക്ഷനബിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങൾ എടുക്കുന്നത് എപ്പോഴും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകത്തേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ മനസ്സിൽ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവാം, ഓരോ ഗോളുകളുണ്ടാവാം. അതിലേക്ക് എത്താനായിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഓരോ കുഞ്ഞു സ്റ്റെപ്പുകൾ എടുത്ത് വെച്ച് തുടങ്ങാം. ഈ 10 എണ്ണം ഒരുമിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതിൽ ഒരു കാര്യമെങ്കിലും നമ്മൾ ഇന്നത്തെ ദിവസം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സക്സസ്സിലേക്ക് എത്തുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.